ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെയും കേരളത്തിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്സ് ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വന്യജീവി സങ്കേതങ്ങളാണ്, അഥവാ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. സോ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും നിങ്ങൾക്ക് ഏകദേശം ഒരുപോലെ തോന്നാം. പക്ഷേ ഇത് എങ്ങനെ ഡിഫറെൻ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ, നാഷണൽ പാർക്ക് കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയേക്കാളും ഉള്ളവയാണ്. എന്ന് വെച്ചാൽ ഇപ്പം നാഷണൽ പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റയർ ഇക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കുക. അതിൽ ചിലപ്പോൾ ആൾക്കാരും അതിൻ്റെ കൂടെ തന്നെ താമസിക്കുന്നുണ്ട്. അതൊരു വലിയ ഏരിയ ആയിരിക്കാം. ഒരു പ്രത്യേക ജീവിനെയോ ഒരു പ്രത്യേക സ്പീഷീസിനെയോ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല ഒരു നാഷണൽ പാർക്ക്. എന്നാൽ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇനം വന്യജീവികളെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇനം സസ്യത്തെയോ സംരക്ഷിക്കാൻ പ്രാധാന്യം നൽകുന്ന പ്രദേശങ്ങളാണ് വന്യജീവി സങ്കേതങ്ങൾ. ഇതാണ് ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും തമ്മിലുള്ള. ഇവരുടെ ഉദ്ദേശം കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇത് രണ്ടും തമ്മിലുള്ള. ബട്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നാം. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നിയന്ത്രിതമായ രീതിയിൽ മനുഷ്യർക്ക് പ്രവേശനം അനുവദിക്കാറുണ്ട്. വിനോദസഞ്ചാരം, ഗവേഷണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നിയന്ത്രിതമായിട്ട് പ്രവേശനം അനുവദിക്കാറുണ്ട്. ഓക്കെ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നാഷണൽ പാർക്കിനേക്കാൾ കുറച്ചും കൂടി കൺട്രോൾഡ് ആണ്. നാഷണൽ പാർക്ക് കുറച്ചും കൂടി നമുക്ക് യാത്ര ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലങ്ങളാണ്. പക്ഷേ വൈൽഡ് ലൈഫ് സാങ്ച്വറി കുറച്ചുകൂടി കൺട്രോൾഡ് ആയിരിക്കും. ഓക്കെ, കേരളത്തിലാകെ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഈ നമ്പർ നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ. ഇതിൽ തന്നെയാണ് പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടുന്നത്. പക്ഷി സങ്കേതങ്ങൾ വേറൊരു കാറ്റഗറി അല്ല, അതും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതടക്കം പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടെ 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. നമ്പർ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ വന്യജീവി സങ്കേതം കേരളത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാ? പെരിയാറാണ്. പെരിയാർ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. 1950 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതേപോലെ തന്നെ ആദ്യത്തേതുമാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതവുമാണ് പെരിയാർ. പിന്നെ പെരിയാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നാഷണൽ പാർക്കിന്റെ ലിസ്റ്റിൽ PSCയുടെ ഉത്തരപ്രകാരം ഇപ്പോഴും പെരിയാർ ഇല്ല കേരളത്തിൽ. അതുകൊണ്ട് നമ്മൾ 5 നാഷണൽ പാർക്കേ കേരളത്തിൽ പഠിക്കുന്നുള്ളൂ. ബട്ട് സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റ് പ്രകാരം പെരിയാർ ഒരു നാഷണൽ പാർക്കായിട്ടും ഉണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആദ്യത്തെ വന്യജീവി സങ്കേതവും പെരിയാറാണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാറാണ്. ഓർത്തിരിക്കുമല്ലോ. ശരി, രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം, സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഏതാ? വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട്. ഓക്കെ, ഇപ്പോൾ വലുത് നമ്മൾ പഠിച്ചു, ഏതാ? പെരിയാർ. അപ്പോൾ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനാണ്. മംഗളവനം. ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം. ആറളം കണ്ണൂരാണ്. ആറളം ഫാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, കണ്ണൂർക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. ആറളം ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ. തിരുവനന്തപുരത്തെ നെയ്യാറാണ്. നെയ്യാർ. വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം എന്ന് വിചാരിക്കുമ്പോൾ കാസർഗോഡ് വിചാരിക്കരുത്, കണ്ണൂരാണ് ആറളം. ഓക്കെ, ശരി. ഇനി ഒരു കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കേണ്ട കാര്യം, ഏറ്റവും ഒടുവിൽ രൂപീകരിച്ച വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. 18ാമത്തെ വന്യജീവി സങ്കേതം. 18 വന്യജീവി സങ്കേതങ്ങളാണെന്ന് പറഞ്ഞു. 18ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. അതിന്റെ ലൊക്കേഷൻ മലപ്പുറത്താണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാങ്ച്വറീസ് ഓരോന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ എവിടെയാ? ഇടുക്കിയിലാണ്. പെരിയാർ ഇടുക്കിയിലാണ്. നാഷണൽ പാർക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരിയാറിന്റെ ലൊക്കേഷൻ ഇടുക്കിയിലാണ്. ഇത് സ്ഥാപിതമായ വർഷം 1950. ഞാൻ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. പെരിയാറിന്റെ ഇതിനു മുൻപുള്ള പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നേ. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം വരാം, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. ഇതിന്റെ മുന്നത്തെ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ഓക്കെ, ഇത് 1934 ചിത്ര തിരുനാൾ ബാലരാമവർമ്മ, തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ നാമകരണം ചെയ്തത്, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന്. ഓക്കെ, 1950 പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് ഇത് പ്രഖ്യാപിച്ചു. ഓക്കെ, സോ അതിന് മുമ്പ് ഇത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പേര് ഓർത്തിരിക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1978 ഇതൊരു ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു. പെരിയാർ ഒരു ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 1978. ഓക്കെ,
1978. അതേപോലെ തന്നെ ഇത് ഇന്ത്യയുടെ 10ാമത്തെ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയുടെ 10ാമത്തെ ടൈഗർ റിസർവ് കൂടിയാണ് പെരിയാർ. ഇന്ത്യയുടെ 10ാമത്തെ ടൈഗർ റിസർവ്. പെരിയാർ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ശബരിമല ക്ഷേത്രം, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. ഇത് രണ്ടും പെരിയാർ വന്യജീവി സങ്കേതത്തിനകത്താണ്. ശബരിമല നിങ്ങൾ മോസ്റ്റ് ആൾക്കാർ പോയിട്ടുണ്ടാവുമല്ലോ. ശബരിമലയും അതേപോലെ മംഗളാദേവി ക്ഷേത്രം, ഇത് രണ്ടും പെരിയാർ വന്യജീവി സങ്കേതത്തിനകത്താണ്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശബരിമല ക്ഷേത്രം ആൻഡ് മംഗളാദേവി ക്ഷേത്രം. ഓക്കെ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു സെക്കൻഡ് ബിഗ്ഗസ്റ്റ് വയനാട് വന്യജീവി സങ്കേതമാണെന്ന് പറഞ്ഞു. അത് സ്ഥാപിതമായ വർഷം 1973. പേരിൽ തന്നെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ളതുകൊണ്ട് ജില്ല ഓർത്തിരിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വയനാട് തന്നെ. രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് കർണാടകയിലെ ബന്ദിപ്പൂർ, നാഗർഹോളെ, തമിഴ്നാട്ടിലെ മുതുമല എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. ഓക്കെ. വയനാട് ജില്ലയെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. വയനാട് നമുക്ക് കർണാടകത്തിലോട്ടും പോവാം, തമിഴ്നാട്ടിലോട്ടും പോവാം. ഇത് രണ്ടുമായിട്ടും വയനാട് ജില്ല അതിർത്തി പങ്കിടുന്നുണ്ട്. സോ ഈ നാഷണൽ പാർക്കുകളായിട്ട് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അതിർത്തി ഉണ്ടെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം പാലക്കാടാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട്. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതമാണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം. ആദ്യത്തെ കടുവാ സങ്കേതം ഏതായിരുന്നു? പെരിയാറാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലിപ്പമേറിയതുമായ കണ്ണിമാര തേക്ക്. കണ്ണിമാര തേക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് കണ്ണിമാര തേക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലിപ്പമേറിയതുമായ തേക്കാണ് കന്നിമാര തേക്ക്. ഓക്കെ. ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ എവിടെയാ? ഇടുക്കിയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇതൊരു മഴനിഴൽ പ്രദേശമാണ്, റെയിൻ ഷാഡോ റീജിയൻ. അതുകൊണ്ട് ഇവിടെ മഴ കുറവാണ്. റെയിൻ ഷാഡോ റീജിയൻ നമ്മൾ മറ്റേ വെസ്റ്റേൺ ഗാട്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൻ ഷാഡോ റീജിയൻ എന്താണെന്ന്. എല്ലാവരും കാണാത്തവരാതൊന്ന് കാണുക. സോ ഇതൊരു മഴനിഴൽ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ചിന്നാറിൽ മഴ കുറവാണ്. അതേപോലെ തന്നെ ചിന്നാർ ഓർക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ചന്ദന മരങ്ങൾക്ക് പ്രശസ്തമായ സ്ഥലമാണ് ചിന്നാർ. ചന്ദനമരം. ഓക്കെ. ചന്ദനമരങ്ങൾക്ക് വളരെ പ്രശസ്തമാണ്. അതേപോലെ തന്നെ വടക്കോട്ടൊഴുകുന്ന നദിയായ പാമ്പാർ. പാമ്പാർ ഒഴുകുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ്. പാമ്പാർ വടക്കോട്ടല്ല, കിഴക്കോട്ട്. നമ്മൾ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ പഠിക്കുമല്ലോ, പാമ്പാർ, ഭവാനി, കബനി. ഓക്കെ. അപ്പോൾ പാമ്പാർ ഒഴുകുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ്. അതേപോലെ ചിന്നാർ പഠിക്കുമ്പോൾ തന്നെ ഓർത്തിരിക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ, അതേപോലെ നക്ഷത്ര ആമകൾ. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകൾ എന്നിവയെ കാണപ്പെടുന്നത് ഒരു സ്ഥലമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അതിനകത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ഇത്രയും കാര്യങ്ങൾ ചിന്നാറിന്റെ കേസിലൊന്ന് ഓർത്തിരിക്കുക. ഈ ജീവികളെ നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് ഇവ. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഏറ്റവും നോർത്തിൽ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാ? ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം എവിടെയാ? കണ്ണൂരാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. ഇത് സ്ഥാപിതമായ വർഷം 1984. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ഓക്കെ. അതേപോലെ ഏറ്റവും അവസാനം ഫോം ചെയ്ത വന്യജീവി സങ്കേതം ഞാൻ പറഞ്ഞു, കരിയമ്പുഴ വന്യജീവി സങ്കേതം. ഇത് കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. മലപ്പുറത്താണ് കരിമ്പുഴ മലപ്പുറത്താണ്. നിലമ്പൂർ താലൂക്കിലാണെന്നും കൂടി ഓർത്തിരിക്കുക. മലപ്പുറത്താണ്. അതേപോലെ തന്നെ ചോല നായ്ക്കർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം ഇവിടെയാണ് താമസിക്കുന്നത്. ചോല നായ്ക്കർ എന്ന വിഭാഗം ഇവിടെ വസിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് പക്ഷി സങ്കേതങ്ങൾ നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവയെയും വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. ജില്ല എറണാകുളത്താണ്. തട്ടേക്കാട് എറണാകുളത്താണ്. ഇതിന്റെ മറ്റൊരു പേരാണ് സലീം അലി പക്ഷി സങ്കേതം. സലീം അലി ഫേമസ് ഓർണിത്തോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്, അപരനാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. സലീം അലി പക്ഷി സങ്കേതം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. അതേപോലെ തന്നെ പെരിയാർ നദി ഈ പക്ഷി സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. പെരിയാർ നദി കേരളത്തിലെ ലോങ്സ്റ്റ് റിവർ ആണ്.
അതുപോലെ ഇങ്ങനെ റിവറിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഭാഗം നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ അതിൻ്റെ ക്ലാസ് തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് മംഗളവനം പക്ഷി സങ്കേതം. മംഗളവനം സ്ഥിരമായിട്ട് PSCയുടെ ക്വസ്റ്റ്യൻസിൽ ഇടം പിടിക്കാറുള്ളൊരു പക്ഷി സങ്കേതമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊച്ചിയുടെ ശ്വാസകോശം ഗ്രീൻ ലങ് ഓഫ് കൊച്ചി എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. ഓക്കെ, കൊച്ചിയുടെ നഗരഹൃദയത്തിലാണ് ഈ പക്ഷി സങ്കേതം. അതുകൊണ്ട് തന്നെ ഇത് പലതവണ PSCയിലെ ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് സ്ഥാപിതമായ വർഷം 2004 മംഗളവനം ഓർക്കുക, കൊച്ചിയുടെ ശ്വാസകോശം എന്നുള്ള പേര് ഓർക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റും ആണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ്. മംഗളവനം. ഏറ്റവും വലുത് ഏതായിരുന്നു? നേരത്തെ പറഞ്ഞല്ലോ, പെരിയാർ. ഓക്കെ, ഏറ്റവും ചെറിയത് മംഗളവനം പക്ഷി സങ്കേതം. ഓക്കെ, ദേശാടന പക്ഷികൾ ധാരാളമായിട്ട് വരുന്ന ഒരു പക്ഷി സങ്കേതം കൂടിയാണ് മംഗളവനം. ഓക്കെ, ചൂളന്നൂർ പക്ഷി സങ്കേതം. ചൂളന്നൂർ എന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വരേണ്ടത് മയിലുകളാണ്. മയിലുകൾ ചൂളടിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ വൈകിട്ടാകുമ്പോൾ? അപ്പോൾ മയിലുകൾക്ക് വേണ്ടിയുള്ള ഒരു സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം. ചൂളന്നൂർ, ആ പേര് നിങ്ങൾ അങ്ങനെ ചൂളം അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഐഡിയ കിട്ടും. മയിലുകൾക്ക് വേണ്ടിയുള്ള സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ. ഇത് പാലക്കാട് 2007 സ്ഥാപിതമായി. മയിൽപീലിക്കാവ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അത് ഓർത്തു വെക്കാൻ എളുപ്പമാണല്ലോ. ചൂളന്നൂർ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മയിൽ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾക്ക് മയിൽപീലിക്കാവ് ഏത് പക്ഷി സങ്കേതത്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ചൂളന്നൂറാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പ്രശസ്ത കവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം ഇതിനടുത്താണ്. അതും ഒന്നതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി കിട്ടിയില്ല അവിടെ. ഓക്കെ, അപ്പം അതിനടുത്താണ് ചൂളന്നൂർ പക്ഷി സങ്കേതം. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി ഇത് സ്ഥാപിതമായ വർഷം 1984 നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിലെ ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് പറയുമ്പോൾ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്തുരുണി കൊല്ലത്താണ്. കൊല്ലം ജില്ലയിലുള്ള ഏക വന്യജീവി സങ്കേതമാണിത്. ചെന്തുരുണിക്ക് പേര് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെന്തുരുണി എന്ന് പറയുന്ന മരം, ചെങ്കുറിഞ്ഞി, ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം, സയന്റിഫിക് നെയിം. അതൊന്ന് ഓർത്തിരിക്കുക, ഗ്ലൂട്ട ട്രാവൻകോറിക്ക, ചെന്തുരുണി. ഈ പേരിൽ നിന്നാണ് ഇതിൻ്റെ ചെന്തുരുണി വന്യജീവി സങ്കേതം എന്നുള്ള പേര് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഈ ചെങ്കുറിഞ്ഞി എന്നുള്ള പേരിൽ നിന്നാണ്. ഇത് തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗവും കൂടിയാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ചെന്തുരുണി വന്യജീവി സങ്കേതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരുപാട് ഡീറ്റെയിൽ ആയി പഠിക്കാതെ നമുക്ക് എന്താണോ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ടാവാം, എന്നാൽ ആ ഒരു 1.5 മണിക്കൂർ എക്സാം ഹാളിൽ നമുക്കത് എങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ സ്കോറിംഗ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കതിൽ ബാക്കിയുള്ള 2 കാര്യങ്ങളാണ് കൺസർവേഷൻ റിസർവ്, പിന്നെ കമ്മ്യൂണിറ്റി റിസർവുകൾ. എന്തായി കൺസർവേഷൻ റിസർവും കമ്മ്യൂണിറ്റി റിസർവും തമ്മിലുള്ള വ്യത്യാസം? കൺസർവേഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂപ്രദേശങ്ങളാണ്. ഓക്കെ, അതായത് ഇത് ഓൺ ചെയ്യുന്ന സർക്കാരാണ്, ജനങ്ങൾ ഓൺ ചെയ്യുന്നതല്ല, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രദേശമാണ്. ഇതൊരു ബഫർ സോൺ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ ഇപ്പോൾ 2 വന്യജീവി സങ്കേതങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ പാർക്കിനും വന്യജീവി സങ്കേതങ്ങൾക്കും ഇടയിലുള്ള ഒരു ഏരിയ, ഈ ഒരു ഇടനാഴിയാണ് എന്ത് കൺസർവേഷൻ റിസർവുകളായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടെയുള്ള മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കുറക്കുക, മറ്റു കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുക, ആ ഭാഗങ്ങളെ കൺസ്ട്രക്ഷൻസും മറ്റ് എൻക്രോച്ച്മെന്റ് എല്ലാം തടയുക, അവിടെയുള്ള കോൺഫ്ലിക്റ്റുകൾ കുറക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. അത് അവിടെയുള്ള ജനങ്ങളുടെ, അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ സഹകരണത്തോടെയാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇത് പക്ഷെ എന്നാൽ ഇത് ജനങ്ങളുടെ സ്വന്തം സ്ഥലമല്ല, ഇത് ഓൺ ചെയ്യുന്ന സർക്കാരാണ്, പക്ഷെ അവരുടെ സഹകരണത്തോടെ ഈ ഒരു ബഫർ സോൺ, അതാണ് കൺസർവേഷൻ റിസർവുകൾ. മനസ്സിലായല്ലോ? കേരളത്തിലുള്ള ഒരു കൺസർവേഷൻ റിസർവാണ് തിരുനെല്ലി കൺസർവേഷൻ റിസർവ്. വയനാട്ടിലാണ് തിരുനെല്ലി കൺസർവേഷൻ റിസർവ് ഒരു ഉദാഹരണമായി പറയാറുണ്ട്. നിലവിൽ ഇവയുടെ എണ്ണം കുറവാണ്, ഒരുപാട് കൺസർവേഷൻ റിസർവുകൾ ഇല്ല. ഓക്കെ, തിരുനെല്ലി ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ കൺസർവേഷൻ റിസർവ് എന്താണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു കൺസർവേഷൻ റിസർവുകൾ ഓൺ ചെയ്തിരിക്കുന്നത് സർക്കാരാണ്, എന്നാൽ കമ്മ്യൂണിറ്റി റിസർവ് ഓൺ ചെയ്തിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളാവാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആവാം. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റിയുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ
വ്യക്തിയുടെയോ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. ഭൂമി വന്യജീവി സംരക്ഷണമായി വിട്ടു നൽകുമ്പോൾ അതിനെ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയും. ഈ റിസർവിലെ ആൾക്കാർ താമസിക്കുന്നുണ്ടാവുക, ആ ഒരു കമ്മ്യൂണിറ്റി ഈ റിസർവിന്റെ ഭാഗമായിരിക്കാം. അവരെയും കൂടെ ചേർത്തുകൊണ്ട് അവിടെയുള്ള എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി റിസർവിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവ് സെൽഫ് ഓൺഡ് ആയി സ്വകാര്യ വ്യക്തികൾക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിറ്റിക്ക് സ്വന്തമായിട്ട് ഓൺ ചെയ്യാം. ഓക്കെ, ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. സോ കമ്മ്യൂണിറ്റി റിസർവിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേരളത്തിലെ കടലുണ്ടി വള്ളിക്കുന്ന് റിസർവ്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവുകളിൽ ഒന്നാണ് കടലുണ്ടി വള്ളിക്കുന്ന്. ഓക്കെ, കമ്മ്യൂണിറ്റി റിസർവ് ഈ ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആ കമ്മ്യൂണിറ്റിയെ ചേർത്തുകൊണ്ട് തന്നെ അവിടുത്തെ എക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുക, അവിടെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റിയുടെ കൂടെ ചേർന്നുകൊണ്ടാണ്. അവർക്ക് അവിടെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അവിടെ മരം മുറിക്കുന്നതിനോ അല്ലെങ്കിൽ വേട്ടയാടുന്നതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാവാം. എന്നാൽ അവർക്ക് അതിൽ ഈ ഫോറസ്റ്റിലെ അവർക്ക് ഇപ്പോൾ തേൻ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോറസ്റ്റ് റിസർവിൽ അവർക്ക് ഉപയോഗിക്കുക ആവശ്യത്തിനുള്ള, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും. എന്നാൽ അവർ ജീവിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് കൺസർവേഷൻ റിസർവും കമ്മ്യൂണിറ്റി റിസർവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ലോസ് ആണ്. ആ ഒരു ടോപ്പിക്ക് മാത്രമേ ഇനി സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ വീഡിയോയും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിലോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.